സാറ് കോളേജ് കാലഘട്ടത്തിൽ തന്നെ എഴുത്തു തുടങ്ങിയെന്ന് പറഞ്ഞു അല്ലേ? 1963 63 എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശ്. കേരള ഭാഷാഗംഗ. കേരള ഭാഷാഗംഗ. സത്യം പറഞ്ഞപ്പം അടുത്ത വർഷം വേണമെന്ന് ആഘോഷിക്കാം. 50 വർഷം എഴുതിയിട്ട്. കറക്റ്റ്. എഴുത്തു തുടങ്ങിയിട്ട് 50 വർഷം. ഞാൻ MA-ക്ക് ചങ്ങനാശ്ശേരി സെൻറ്റ് ബർക്ക്മൻസ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ആദ്യത്തെ പുസ്തകം കേരള ഭാഷാഗംഗ എന്ന പുസ്തകം പ്രസിദ്ധം ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഉപന്യാസ സമാഹാരം നോവലുകളൊക്കെ എഴുതി തുടങ്ങി. നോവൽ 69-ലാണ് ആദ്യമായിട്ട് എഴുതുന്നത്. എൻ്റെ പിന്നീട് സിനിമയായിട്ട് വന്ന അകലെ ആകാശം എന്ന നോവൽ, പിന്നെ ഉൾക്കടൽ വന്നു. കുറേ നോവലുകൾ പിന്നീട് എഴുതി. പിന്നെ കൽത്താമര 3-ാമത്, 4-ാമത് എഴുതാപ്പുറങ്ങൾ, 5-ാമത് ഇല്ലം, എനിക്ക് അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകം, 6-ാമത് കാമന, 7-ാമത് ഉഴവുചാലുകൾ, 8 ഞാൻ കാത്തിരിക്കുന്നു, ഓർമ്മയിലുണ്ട് കേട്ടോ, 9-ാമത് സമതലങ്ങൾക്കപ്പുറം എന്നുവെച്ചാൽ നമ്മുടെ സ്വകാര്യ കോളേജ് അധ്യാപകരുടെ സമരവും ആയിട്ട് ബന്ധപ്പെടുത്തിയൊരു സാധനം. പിന്നെ ഹൃദയത്തിൽ ഒരു വാൾ, ഒരു ബിബ്ലിക്കലാണ്. അതുപോലെ തന്നെ ഈ സഞ്ചാര സാഹിത്യം സഞ്ചാര സാഹിത്യം ആദ്യം ഞാൻ പോയത് ഇസ്രയേലിലേക്കാണ്. ആദ്യത്തെ ഒലിവുമരങ്ങളുടെ നാട്ടിൽ. ഈ സാഹിത്യ സഞ്ചാരത്തിനിടയിൽ സാറിന് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. മറ്റെല്ലാ സൗഹൃദങ്ങളെ പോലെ തന്നെ സാഹിത്യകാരന്മാരായിട്ടും പുതിയ തലമുറയിലെ എഴുത്തുകാരായിട്ടൊക്കെ അങ്ങനെ സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദത്തിൽപ്പെട്ട ചില യുവതലമുറയിൽപ്പെട്ട ആൾക്കാർ ഇവിടെ അതിഥികളായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാം. തീർച്ചയായിട്ടും. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ബി മുരളി, ശ്രീ ഡൊമിനിക് കാട്ടൂർ. മുരളി, ഡൊമിനിക്. മുരളി കഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, മലയാള മനോരമയിലാണല്ലോ അത് വശം. ഡൊമിനിക് കാട്ടൂർ, ഡോക്ടർ ഡൊമിനിക് കാട്ടൂർ യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപകനാണ്. നല്ല ക്രിയേറ്റീവ്, നല്ല സ്റ്റേജ് സെൻസുള്ള, തിയേറ്ററിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ്. തിരക്കഥയെക്കുറിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് എടുത്തിയ ആളാണ്. സിനിമയായിട്ട് നല്ല നല്ല ബോധമുണ്ട്. ഈ മുരളിയെ ഞാൻ മാവേലിക്കര വെച്ചാണ് കാണുന്നത്. മാവേലിക്കര കേളി ഇല്ലേ, നരേന്ദ്രപ്രസാദ് സാറ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ആയിരുന്ന VP ശിവകുമാർ സാറിൻ്റെ പേരിൽ കേളി എന്നുള്ളൊരു പുരസ്കാരം ഉണ്ടായിരുന്നു കഥയ്ക്കുള്ളത്. അത് പ്രസാദ് സാർ തന്നു. അപ്പം സാറാണ് ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ച് നമ്മൾ ഒന്നിച്ചാണ് തിരിച്ചു വരുന്നത്. അത് നെടുമുടി മേടിച്ചിട്ടുണ്ട്, അദ്ദേഹമുണ്ട്, സാറുണ്ട്. അപ്പം എൻ്റെ ഭാര്യയുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 കൊല്ലം മറ്റോ ആയിട്ടുള്ള നല്ല സ്നേഹമുള്ളൊരു കുട്ടി. അപ്പം ഞങ്ങൾ രാത്രി ഇങ്ങനെ ഒന്ന് കുറേ സഞ്ചരിച്ച് എത്തിയപ്പോഴത്തേക്ക് അങ്ങ് രാത്രി ആയപ്പോഴത്തേക്ക് എവിടെ നിന്ന് ഹോട്ടലിൽ കയറി ചായ കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് വരുമ്പോഴെല്ലാം ഹോട്ടലുകളെല്ലാം അടച്ചിരിക്കുക. ഞാൻ ഇറങ്ങി 2-3 തവണയൊക്കെ ഞാനും ഡ്രൈവറും കൂടെ പോയി നോക്കും, ഇല്ല. പിന്നെ അവസരം ഞാനൊരു ബുദ്ധി പ്രയോഗിച്ചു. ഒരു വലിയ ഹോട്ടലിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് മെല്ലെ വേണിച്ചേട്ടനെയും സാറിനെയും കൂടെ ഇറക്കി വെളിയിൽ നിർത്തി. ആ മാനേജർ വന്നിട്ട് രണ്ടുപേരെയും കണ്ടിട്ട്, രണ്ടുപേരും നമ്മളെപ്പോലെ അറിയാവുന്ന ആളുകളാണല്ലോ, അവർ വന്നിട്ട് ഒരു മുറി തന്നെ തുറന്നു വരുന്നു. ഞാൻ കണ്ട കാലം മുതൽ, പരിചയപ്പെട്ട കാലം മുതൽ ഒരു അധ്യാപകനെന്നോ എഴുത്തുകാരനെന്നുള്ളതിനപ്പുറത്ത് വൈകാരികമായ ഒരു ബന്ധം ഇന്നത്തെ തലമുറ നഷ്ടപ്പെട്ടു പോകുന്നൊരു സംഭവമാണ് ഈ വൈകാരികത എന്ന് പറയുന്നത്. ഞാനെപ്പോഴും ക്ലാസ്സിൽ സംസാരിക്കുമ്പോഴും പറയാറുണ്ട്, സൗഹൃദത്തിൽ വൈകാരികത നിലനിർത്തുക. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം, ഇപ്പോൾ ഈ വൈലോപ്പള്ളി യുഗത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ ഭാഗ്യത്തിനുടമകളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ വൈലോപ്പള്ളിയോടൊപ്പം വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിട്ടുള്ള ആളാണ് ഓണക്കൂർ സാർ. അദ്ദേഹത്തിൻ്റെ ഇവർ എനിക്ക് ആരായിരുന്നു പറഞ്ഞ പുസ്തകത്തിലേക്ക് അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ സ്മരണകൾ നമുക്ക് പകർന്നു തരാൻ കഴിയുന്ന അപൂർവം ചില വ്യക്തികളൊരാളാണ് ഓണക്കൂർ സാറ്. അയ്യപ്പണിക്ക് സാറിന് അതിന് കഴിയുമായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം പലർക്കും അതിന് കഴിയാറില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഇന്നത്തെ തലമുറയേക്കാൾ മിടുക്കന്മാരായ പഴയ തലമുറക്കാരുണ്ട്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ്. അത്തരത്തിൽ വൈകാരികത, ഡൊമിനിക് നീ എവിടെ പോകുന്നു, ഇനി വാ എന്ന് വിളിച്ചിട്ട് നമ്മളോട് കാണിക്കുന്ന ഒരു സൗഹൃദം എന്നൊന്നും പറയാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ കണ്ണു നിറയുന്ന തരത്തിൽ നമ്മളോട് സ്നേഹം നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഓണക്കൂർ സാറിൻ്റെ വലിയ വിജയം. പിന്നെ ഓണക്കൂർ സാറിനെ ഞാൻ കണ്ടപ്പോഴൊക്കെ ഓണക്കൂർ സാർ ചിരിച്ചേ കണ്ടിട്ടുള്ളൂ. ഇപ്പം നഷ്ടപ്പെട്ടു പോകുന്നൊരു സംഭവം ചിരിയാണ്, ആത്മബന്ധത്തോടു കൂടിയുള്ള ചിരി. അതൊക്കെ നിലനിർത്താൻ കഴിയുന്നുള്ളതാണ് അദ്ദേഹത്തിനോട് അടുപ്പിച്ച്. പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം അതിനെക്കുറിച്ച് എഴുതാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തൊക്കെയുള്ള ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ അല്ലെങ്കിൽ പത്രപ്രവർത്തകരും എഴുത്തുകാരുള്ള കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറേ സാറിൻ്റെ ശിഷ്യന്മാരൊക്കെ കുറച്ച് സീനിയറായിട്ട് ആളുകളാണ്. ഈ
അധ്യാപകൻ ആയിട്ടില്ലാത്ത ഗുരു എന്ന് പറയത്തില്ലേ, അതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മാനസഗുരുവാണ് അത്. അല്ല അതെന്ന് വെച്ചാൽ ഇത് ഞങ്ങളെയൊക്കെ ചിലപ്പം ജനിച്ച സമയം അല്ലെങ്കിൽ ജനിച്ച സ്ഥലം എന്നതിൻ്റെയൊക്കെ ഇതുകൊണ്ട് പല ഗുരുക്കന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ ഈ പത്രപ്രവർത്തനമായിട്ട് വന്നതിന് ശേഷം എനിക്ക് അതുപോലെ തന്നെ ഇപ്പം ഈവൻ പണിക്കർ സാറിൻ്റെ അയ്യോ പണിക്കർ സാറിൻ്റെ കാര്യം പറഞ്ഞു, എം കൃഷ്ണൻ നായർ സാറ്, പിന്നെ അതുപോലെ ഈവൻ എസ് ഗുപ്തൻ നായർ സാറ് പോലും, അതൊക്കെ നമ്മളെക്കാളും വളരെ മുമ്പുള്ളതാണ്. ഇപ്പോൾ ഇവരുടെ ഇതൊക്കെ ഇടപെടാനും, ഈ ലിറ്റററി ജേർണലിസം ആയാലും അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്നുള്ള രീതിയിൽ ഇടപെടാനും, അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് മിസ്സായി പോയ ഒരു ചില ഗുരുത്വങ്ങളുണ്ടല്ലോ, അത് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ അതിലാണ് പിന്നെ ഓണക്കൂർ സാറിൻ്റെ ഒരു വലിയൊരു ഇതുണ്ട്. അത് മാത്രമല്ല, ഞാനിപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പം പുതിയ റൈറ്റേഴ്സിൻ്റെയൊക്കെ പല പുസ്തകങ്ങൾ വരുമ്പോഴത്തേക്ക് മിക്കവാറും അതിൻ്റെ ഒരു പ്രകാശന ചടങ്ങിൽ ഞാനും സാറും ഒക്കെ ഒരുപാട് പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാര്യം ഒന്ന് സാറ് ഒരു ഗുരു എന്ന രീതിയിലാണ് അവരെടുക്കുന്നത്, പിന്നെ ഞാൻ പിന്നെ ഒരു കണ്ടംപററി റൈറ്റർ എന്ന രീതിയിൽ പിന്നെ റൈറ്റർ അങ്ങനെ വരും. അപ്പോൾ അതിലൊക്കെ ഈ നമ്മളൊരു പോസിറ്റീവിസം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ പല പുസ്തകങ്ങളും നമുക്കറിയാം, അതിനകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനൊരു ലോഞ്ചിങ് ടൈമിൽ വളരെ മനോഹരമായിട്ട് അതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ കണ്ടുപിടിച്ചിട്ട് അത് പറഞ്ഞിട്ട് ഈ റൈറ്ററെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി, അല്ല അത് ഒരു പ്രത്യേക ഒരു ക്വാളിറ്റിയാണ്. ഞാനൊരു പേഴ്സണൽ ക്വാളിറ്റി എന്ന രീതിയിൽ എനിക്ക് ഒരു 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 അനുകരിക്കാവുന്ന ഒരു ഗുണം എന്ന് പറയും. എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരം ഞാൻ പറയാം, ഏറ്റവും വലിയ അംഗീകാരം. ഞാൻ മലയാള മനോരമ പത്രത്തിൻ്റെ കഴിഞ്ഞ 13 കൊല്ലമായിട്ട് വിജയദശമി ദിവസം കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നുണ്ട്. ഞങ്ങൾ 4-5 ഗുരുക്കന്മാരിരിക്കും, ഇവിടുത്തെ പ്രധാനപ്പെട്ട കവികളും ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കും. അപ്പോൾ ഓരോരുത്തരും വരുന്ന ഊഴ അനുസരിച്ച് അങ്ങ് എഴുതിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ മുരളിയും മഞ്ജുവും കൂടെ അവരുടെ കുട്ടിയെയും കൊണ്ട് വന്ന് നിൽക്കുന്നു. ഞാൻ നോക്കുമ്പോൾ പല മഹാന്മാരായ കവികളുടെയും സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്, ഇവർ പോകുന്നില്ല. എൻ്റെ മുമ്പിൽ 2 പേരോട് നിൽപ്പുണ്ട്. അവർ ഒഴിയുന്നത് വരെ ഈ മുരളിയും മഞ്ജുവും കുഞ്ഞിനെ കൊണ്ട് കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് എൻ്റെ മുമ്പിൽ വന്ന് എനിക്കൊരു ദക്ഷിണ തന്ന് ആ കുഞ്ഞിൻ്റെ നാവിൽ ആദ്യാക്ഷരം എഴുതിച്ചത് ഞാനാണ്. മനസ്സിലായില്ലേ? ആത്മബന്ധത്തിൻ്റെയും ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു ദൃഢമായിട്ടുള്ള, അത് മറക്കാൻ ഒക്കൂ. എൻ്റെ മരണം വരെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഡൊമിനിക്കിനെ കാണുന്നത്. എനിക്കൊരു എൻ്റെ പർവ്വതങ്ങളിലെ കാറ്റെന്നുള്ള പുസ്തകത്തിൻ്റെ ഒരു പുരസ്കാരം കിട്ടുന്നു. ആ ദിവസം ആ പുസ്തകത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഡൊമിനിക്കാണ്. ഡൊമിനിക്ക് അന്ന് ഞാൻ വേദി വെച്ച് കാണുന്നത്. ഇത്ര സൂക്ഷ്മമായി വിശകലന വൈഭവത്തോട് കൂടിയിട്ട് ഒരു പുസ്തകത്തെ അപഗ്രഥിക്കുന്ന ഒരു നിരൂപകൻ്റെ ശബ്ദം ഞാൻ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ വേറെ കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ സത്യം പറയും, എൻ്റെ ഹൃദയത്തിൻ്റെ സത്യം ഞാൻ പറയുക ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പയ്യനല്ല ഈ ചെറുപ്പക്കാരൻ്റെ ഈ ചെറുപ്പക്കാരൻ എന്നുള്ള വാക്ക് ഇപ്പോൾ വൈലോപ്പിള്ളിയെ കുറിച്ച് പറഞ്ഞല്ലേ ഇവിടെ ഡൊമിനിക്ക് പറഞ്ഞ കാലഘട്ടത്തിൽ ജനിച്ചു. അല്ല, വൈലോപ്പിള്ളി എന്നെ വിളിച്ചോണ്ടിരുന്നത് എന്നാണെന്നറിയോ? ചെറുപ്പക്കാരാന്നാണ് വിളിക്കുന്നത്. ചെറുപ്പക്കാരാ, അത് വിളിക്കാലോ. ഞാൻ പറയാം, ഞങ്ങൾ ഒന്നിച്ച് അക്കാദമിയിലിരുന്നു, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലിരുന്നു, വൈലോപ്പിള്ളി ഞാനും കൂടെ. എപ്പോൾ എന്നെ വിളിക്കുമ്പോഴും ചെറുപ്പക്കാരാ എന്ന് വിളിക്കും. അതുപോലെ പെട്ടെന്ന് ആ വാക്ക് വന്നു, ഈ ചെറുപ്പക്കാരൻ എന്ന് പറയട്ടെ. ഈ പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ഇയാളെങ്ങനെ വിട്ടാക്കൂല്ലല്ലോ. അപ്പോഴത്തേക്കും പർവ്വതങ്ങളെ കാറ്റിൻ്റെ അടുത്ത എഡിഷൻ വന്നു. ഞാൻ ഡൊമിനിക്കോട് പറഞ്ഞു, ഡൊമിനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ പ്രസംഗങ്ങൾ എഴുതി തരിക. ഞാനത് ചേർത്തിട്ടുണ്ട്. എൻ്റെ ഒരു പുസ്തകത്തിൽ, ഒരു നോവലിലും അങ്ങനെ ഒരാൾ ഉണ്ട്. ഒരു നോവലിലുണ്ട്, ഇല്ലത്തിന് ടി.കെ. സന്തോഷ് കുമാർ എഴുതിയൊരു പഠനം ചേർത്തിട്ടുണ്ട്. ബാക്കി എങ്ങും ചേർത്തിട്ടില്ല. അത് വെച്ചാൽ അത് പ്രഷ്യസ് ആയതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് പിന്നെ ഡൊമിനിക്കിനോട് ഔദാര്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒന്നും അതിനേക്കാളൊക്കെ വളരെ ഉയരത്തിൽ അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ അതൊരു എനിക്ക് കിട്ടിയൊരു വരദാനം പോലെ ഞാനതെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം ഞാൻ ഈ CB രാമൻപിള്ള നാഷണൽ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റാണ്. കുറേ അങ്ങനെ ചില കണക്ഷൻസ് എനിക്കുണ്ട്. അവിടെയൊക്കെ വെച്ചാൽ CVയുടെ ഒരു പരിപാടി നടക്കുന്നു. ഡൊമിനിക്ക വന്നത് വായിക്കുന്നത്. CVയുടെ കൃതികൾ വായിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. നാടകീയ ബോധത്തോടുകൂടി വായിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സീൻ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി. അപ്പോൾ ഒരു മലയാള അധ്യാപകൻ അല്ലെങ്കിൽ തിയേറ്ററിനെ കുറിച്ച് ബോധമുള്ള ഒരാൾ ഈ ചെറുപ്പക്കാരെയൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും. ഒത്തിരി അധ്യാപകർ നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒത്തിരി പേര് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ അധ്യാപനത്തിൻ്റെ പരിവേഷം മാറ്റി നിർത്താൻ കഴിയുമ്പോഴാണ് അധ്യാപനം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനും മുരളിയും കൂടെ ഞങ്ങളുടെ പേഴ്സണൽ വർത്തമാനത്തിൽ ഞങ്ങൾ സംസാരിച്ചൊരു കാര്യമുണ്ട്. സാറിനോട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള, വളരെ അടുപ്പമുള്ള വിദ്യാർത്ഥികളും ഒക്കെയാണ് വരുന്നത്. നമ്മൾ വളരെ ചുരുങ്ങിയ കാലത്തെ പരിചയമുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് വരാൻ കഴിയുകയും സംസാരിക്കാൻ കഴിയുകയും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വലിയൊരു ആത്മബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഞങ്ങളുടെ കഴിവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അല്ലേ മുരളി? നമ്മുടെ കഴിവില്ല. സാറിൻ്റെ ഒരു പ്രത്യേക
സമീപനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണിത്. ഇതൊന്നും ഒരു വൺ വേ ട്രാഫിക് അല്ലല്ലോ. അല്ല സമീപനത്തിന് പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോൾ ഒത്തിരി പേരെ കാണുന്നു, നമ്മൾ വേറെ അധ്യാപകർ ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് ഇതുപോലെ പോയി സംസാരിക്കാൻ കഴിയില്ല. ഒന്നിൽ അവരുടെ പാണ്ഡിത്യത്തിൻ്റെ പരിവേഷം നമ്മളിൽ നിന്ന് മാറി നിൽക്കുകയായിരിക്കാം, അല്ലെ മറ്റൊരു ഇമേജിൽ നിൽക്കുകയായിരിക്കും. ഇതിലൂടെ നമുക്കത് കഴിയുന്നു എന്നുള്ളത് സാറിൻ്റെ ഒരു വലിയ വിജയമാണ്. സാറിപ്പോൾ ആത്മകഥ പോലെ ഒരു പുസ്തകം ഇറക്കിയത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു DC ബുക്സിൻ്റെ ഇവിടെ അത് പ്രകാശനം ചെയ്യുന്ന വേളയിൽ സാറ് തന്നെ അന്ന് രാവിലെയാണ് DC ബുക്സിൻ്റെ ആളുകൾ ഞങ്ങളെ 2-3 പേരൊക്കെ വിളിക്കുന്നത്. അപ്പോൾ സാർ രാവിലെ ഇരുന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ ഇന്നാൾ വരട്ടെ പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിന് ഞാൻ എന്താ സംസാരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഞാനൊരു വലിയൊരു കാര്യം കണ്ടുപിടിച്ചത്. ഞാൻ ഒരു പക്ഷേ ജീവിതത്തിൽ നേരെ ആദ്യം ഈ ജീവനോടെ കാണുന്ന ഒരു സാഹിത്യകാരൻ ജോർജ് ഓർക്കോടെ ആയിരിക്കാം ഒരു പക്ഷേ, അങ്ങനെ അന്ന് തോന്നുന്നു. അന്ന് ആ പുസ്തകത്തിൻ്റെ എന്ത് സംസാരിക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു ഡിസ്കവറി കഴിച്ചു. ഒരു പക്ഷേ ഇദ്ദേഹമായിരിക്കും ഞാൻ കാണുന്ന ആദ്യത്തെ എഴുത്തുകാരൻ, സാഹിത്യകാരൻ എന്ന് പറഞ്ഞത്. ജീവനോടെ ആദ്യത്തെ സാഹിത്യകാരൻ എന്ന് പറഞ്ഞു. ഞാനിത് തിരിച്ചു കൊടുക്കുന്നതാണ് ഒരർത്ഥത്തിൽ. എന്നുവെച്ചാൽ വൈലോപ്പിള്ളി ആദ്യമായിട്ട് ഒരു പിന്നെ ഞങ്ങളൊന്നിച്ച് ഇരിക്കുന്ന സമയത്ത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം മീറ്റിങ്ങിന് വരുമ്പോൾ ഒരു വലിയൊരു കെട്ടുമായിട്ടാണ് വരുന്നത്, ഒരു പുസ്തകത്തിൻ്റെ കെട്ട് കൊണ്ടുവന്ന് മേശപ്പുറത്ത് കൊണ്ട് വെച്ചു. അപ്പോൾ ഞാൻ മറിച്ച് നോക്കി വൈലോപ്പിള്ളിയുടെ കൃതിയാണ്. അതിൻ്റെ പുറത്ത് എഴുതിയേക്കുന്നു കിഞ്ചിത് ശേഷം അഥവാ ഇത്തിരി ബാക്കി. മാഷയുടെ പുസ്തകത്തിന് മാഷിട്ടുണ്ടെന്ന പേരാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് വായിച്ചു കിഞ്ചിത് ശേഷം അഥവാ ഇത്തിരി ബാക്കി. ഇതെന്താ പേരാ മാഷെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാഷയുടെ കവിതയ്ക്ക് കന്നിക്കൊയ്ത്ത് എഴുതിയ കുടിയൊഴുക്കിൽ എഴുതിയ മാഷയുടെ കവിതയ്ക്ക് ഈ കിഞ്ചിത് ശേഷം എന്ന് എഴുതിയാൽ ഇതെങ്ങനെ എന്താ ചെറുപ്പക്കാരാ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞു തീരെ ഇഷ്ടപ്പെട്ടില്ല. ചുട്ടിയെടുത്തു, കക്ഷത്തി വെച്ചുകൊണ്ടൊരു പോക്കാം. ഞാൻ വിചാരിച്ച് തൊലച്ചു. നമ്മളോട് ഇനി മിണ്ടുമില്ല. ഭാഷ സ്വഭാവം അനുസരിച്ച് അങ്ങനെയാണല്ലോ. ഞാനന്ന് വൈകിട്ട് ഞങ്ങൾ താമസിക്കുന്ന കോട്ടയത്തെ KCS ലോഡ്ജിലാണ്. രാത്രി 11 മണി ആയപ്പോൾ ഒരു മുട്ട് ഡോറിൽ. ഞാൻ നോക്കി വൈലോപ്പിള്ളിയാണ്. ഞാൻ വിചാരിച്ചു തീർന്നു, ഇന്ന് ശകാരത്തിൻ്റെ അഭിഷേകം എന്ന് വിചാരിച്ചു. ഞാൻ എന്തോ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ വാ തുറന്നില്ല. അതിനു മുമ്പ് തന്നെ മാഷ് പറഞ്ഞു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ് ശരി, പേര് മാറ്റി മകരക്കൊയ്ത്ത്. അതാണ് കിഞ്ചിത് ശേഷം അഥവാ ഇത്തിരി ബാക്കിയാണ് മകരക്കൊയ്ത്ത്. നമുക്കൊക്കെ പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വൈലോപ്പിള്ളിയുടെ ആ ഒരു സ്നേഹം. ഞങ്ങൾ രാവിലെ അക്കാദമിയിൽ നിന്ന് നടന്നു ചെല്ലുമ്പോൾ ദേവസ്വം കോളനി താമസിക്കുന്ന അദ്ദേഹം രാവിലെ സ്വയം പാത്രം കഴുകി ചായ ഇട്ട് തന്ന പ്രഭാതങ്ങൾ. ഒരു ദിവസം രാവിലെ ഞാൻ വീട്ടിൽ ഉണർന്നിരിക്കുമ്പോഴത്തേക്ക് ഓട്ടോറിക്ഷയിലൊരു ആൾ വന്നിറങ്ങുന്നു. അത് PC കുട്ടിക്കൃഷ്ണനാണ്, ഉറൂബ്. കയ്യിലൊരു സഞ്ചിയിൽ കുറേ മാമ്പഴമായിട്ട്. എന്നുവെച്ചാൽ എന്താ PC ഇതേ നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് നാട്ടുമാവ് കായ്ച്ചു, എൻ്റെ കുറേ മാമ്പഴം ഞാൻ ഓണക്കൂറിന് കൊണ്ടുവന്നതാണ്. കോഴിക്കോട് നിന്ന് വരിക മനുഷ്യൻ. അതൊക്കെ ഒരു വല്ലാത്തൊരു ഒരു അനുഭവമാണ്. നമുക്ക് ഇതുപോലത്തെ സാഹിത്യകാരന്മാർ ഇപ്പോൾ കാണാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല അധികം പേര് കാണാൻ പറ്റുമെന്ന്. വൈലോപ്പിള്ളി പറഞ്ഞ വരി തന്നെ പറയുകയാണെങ്കിൽ എന്തിനും അത്യാവശ്യത്തിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം. കുറേ നിമിഷങ്ങൾ നമുക്ക് കിട്ടുക. നമ്മുടെ എഴുത്തിൻ്റെ വഴികളിൽ അത് ഇവരൊക്കെ അത് ചെയ്യുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം മുരളിയെക്കുറിച്ചും ഡൊമിനിക്കിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ കുറേ പേരുണ്ട്, അവരെ കിട്ടിയതിനെ 10 ഇരട്ടി കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നമ്മുടെ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ഒരു സർഗാത്മകതയിലേക്കും ഒരു മാനവികതയിലേക്കും ഒക്കെ നമ്മൾ മെല്ലെ മെല്ലെ ചുവട് വെച്ച് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും സമാഗമത്തിൻ്റെ വേദിയിൽ നല്ല നല്ല ഒന്നാന്തരം പ്രതിഭകളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ. കാരണം പുതിയ സാഹിത്യം വളരെ ഗൗരവമായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സന്തോഷം. ഓക്കെ.